നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് രാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മേൽശാന്തി ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീനിവാസ റാവു ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്ര വല്ലച്ചിറ മണ്ഡലത്തിൽ പര്യടനം നടത്തി. വല്ലച്ചിറ മണ്ഡലം തല ഉദ്ഘാടനം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ നിർവഹിച്ചു. SFI വല്ലച്ചിറ ലോക്കൽ കമ്മിറ്റി ഫൈവ്സ് ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം നടത്തി. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ മത്സരം ദേശീയ അത്ലറ്റിക് മീറ്റ് സ്വർണ്ണ മെഡൽ ജേതാവ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് രാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മേൽശാന്തി ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീനിവാസ റാവു ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മശ്രീ കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ ശ്രീനിവാസ റാവുവിനെ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. സപ്താഹ കമ്മിറ്റി കൺവീനർ ഗോപിനാഥ് ആറ്റുപുറത്ത്, യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ആത്രശ്ശേരി മുരളീധരൻ നമ്പൂതിരിപ്പാടിനെ പൊന്നാടിയണിയിച്ചു. ട്രഷറർ ബാബു പാറേക്കാട്ട്, സപ്താഹ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ആഞ്ചേരി ശ്രീകുമാർ, പ്രേംകുമാർ മുള്ളക്കര, കൺവീനർ പ്രിയലത പ്രസാദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണനുണ്ണി നേതൃത്വം നൽകി. യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള കൃഷ്ണവിഗ്രഹം ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലെ യജ്ഞവേദിയിൽ പ്രതിഷ്ഠിച്ചു. വനിതാ കമ്മിറ്റി അംഗങ്ങളായ സ്വർണകുമാരി, ഹേമ മുരളി, വസന്ത ഗോപാലൻ, മാലിനി പരമേശ്വരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാഗവതത്തിലെ പാരായണത്തിനാണ് പ്രാധാന്യം. 6 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലെങ്കിലും ഇത് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള കുറേ ജീവനുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഭാഗവതം ഇവിടെ തുടങ്ങാം എന്നുള്ള ഒരു സങ്കല്പം തന്നെ പറയുന്നത്. പിന്നെ ശ്രീമദ് ഭാഗവതം കേൾക്കാൻ കാത്തിരിക്കുന്ന ഹനുമൻ സ്വാമി ഭഗവാന്റെ കഥകൾ അങ്ങനെ കേട്ടിരിക്കാൻ ഭഗവാന്റെ നാമങ്ങൾ പാടി നടക്കുന്ന ഹനുമൻ സ്വാമി, അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛ കൂടി ആവാം ഇവിടെ ഭാഗവത പാരായണം തുടങ്ങാൻ ഒരു കാരണമായി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്ര വല്ലച്ചിറ മണ്ഡലത്തിൽ പര്യടനം നടത്തി. വല്ലച്ചിറ മണ്ഡലം തല ഉദ്ഘാടനം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ നിർവഹിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട 10,000-കണക്കിന് വനിതകളുടെ ജീവിതോന്നമനത്തിനു വേണ്ടി ഐതിഹാസികമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയ സഹോദരി, ഇന്ത്യൻ പാർലമെന്റിലെ സജീവ സാന്നിധ്യം, പ്രിയപ്പെട്ട ശ്രീമതി ജെബി മേത്തർ MP നയിക്കുന്ന സാഹസ് യാത്രയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇതിനകം തന്നെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന, കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വനിതാ ശാക്തീകരണത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പെൺവാണിഭത്തിന്റെയും സ്ത്രീപീഡനങ്ങളുടെയും പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ
കഴിഞ്ഞ 9 വർഷക്കാലമായി ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ നാടിനെ മാറ്റിയെടുക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെയെല്ലാം പരിമിതമായ ജീവിത സൗകര്യങ്ങൾ നിഷേധിക്കുന്ന രീതിയിലേക്ക് അപമാനകരമായ ഒരവസ്ഥയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഈ ഭരണം അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെയുള്ള സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ജെബി മേത്തർ കടന്നു വരുന്നത്. വല്ലച്ചിറ മണ്ഡല മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മായ മനോജ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പിള്ളി, രാമൻകുട്ടി മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല, ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, കവിത ജോസ്, വത്സല അച്യുതൻ, സി മുരാരി എന്നിവർ സംസാരിച്ചു. ഞങ്ങൾ ഇന്ന് ഈ യാത്രയുമായി ഈ വള്ളച്ചിറയിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ 4ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ്. എന്താണ് ഈ LDF സർക്കാരും മുഖ്യമന്ത്രിയും ഈ ആഘോഷിക്കുന്നത്? ആരുടെ സന്തോഷമാണ് ആഘോഷിക്കുന്നത്? ആരുടെ സമാധാനക്കേടാണ് ഇവർ ആഘോഷിക്കുന്നത്? കേരളത്തിലെ അമ്മമാരുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അമ്മമാർക്ക് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത് മക്കളെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞയക്കുന്ന കാര്യത്തിലാണെങ്കിലും റാഗിങ്ങിന് ഇരയാവുന്ന കാര്യത്തിലാണെങ്കിലും ലഹരിക്ക് അടിമയായി മക്കൾ മാറുന്ന ഏറ്റവും വലിയൊരു ഭീകര അന്തരീക്ഷമാണെങ്കിലും ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറുന്നതാണെങ്കിലും സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണെന്ന് പറയുന്ന മകനുള്ള നാടായി കേരളം മാറുമ്പോൾ ഇവിടെ എന്താണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കൂട്ടരും ആഘോഷിക്കുന്നത് എന്ന് തന്നെയാണ് മഹിളാ കോൺഗ്രസിന് ചോദിക്കുവാനുള്ളത്. SFI വല്ലച്ചിറ ലോക്കൽ കമ്മിറ്റി ഫൈസ് ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം നടത്തി. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ മത്സരം ദേശീയ അത്ലറ്റിക് മീറ്റ് സ്വർണ്ണ മെഡൽ ജേതാവ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് പ്രണവ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. 12 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഫീനിക്സ് FC, 2ാം സ്ഥാനം കരസ്ഥമാക്കിയ NRC ചേർപ്പ് ടീമുകൾക്ക് SFI ജില്ലാ കമ്മിറ്റി അംഗം നിഖിൽ, ഏരിയ പ്രസിഡന്റ് അഭിനവ് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ജിതിൻ, CPM ലോക്കൽ സെക്രട്ടറി CP ദാസൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സെബി പിടിയത്ത്, ലെനിൻ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് ബ്ലോക്ക് പ്രവാസക്ഷേമ സഹകരണ സംഘം ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി ക്യാന്റീൻ കെട്ടിടത്തിൽ മിൽമ ബൂത്തും ക്യാന്റീനും ആരംഭിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ സഹകരണ സംഘങ്ങളുടെ കാര്യം, ഏതൊരു കാര്യം നമ്മുടെ വീട്ടിലുണ്ടോ ആ വീട്ടിലെ കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താനായിട്ട് ആദ്യം ശ്രമിക്കുന്നത് നമ്മുടെ സഹകരണ സംഘങ്ങളാണ്. ഏറ്റവും നമുക്കറിയുന്ന ഭരണസമിതി അംഗങ്ങൾ, നമ്മുടെ ജീവനക്കാരൊക്കെ നമുക്ക് പരിചിതരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന നിലയിൽ നമ്മൾ കാണുന്നത് ആ പ്രദേശങ്ങളിലുള്ള സഹകരണ സംഘങ്ങളാണ്. അത്തരൊരു സഹകരണ സംഘമാണ് ഈ പ്രവാസി സഹകരണ സംഘമായിട്ട് പ്രവർത്തിക്കുന്നത്. കുറെ പ്രവാസികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ അവർ ചോര നീരാക്കി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അവരുടെ പണം മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് അയച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, നമുക്കൊക്കെ ജീവിക്കാൻ ഉതകുന്ന വിധത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അധ്വാനിച്ചു വരാണ് പ്രവാസികള്. അങ്ങനെ ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങൾ കൂടിയാണ്. നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി കേരളത്തിന്റെ സുരക്ഷിതമായ സാമ്പത്തിക പ്രക്രിയയ്ക്ക് വലിയ സംഭാവന നൽകിയ സമൂഹമാണ് പ്രവാസി സമൂഹം. പ്രസിഡന്റ് AK നസീർ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 2017 ഈ സംഘം പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കേരളത്തിൽ ഈ ചേർപ്പ് ബ്ലോക്കിനകത്തുള്ള പ്രവാസികളെ ഇതിൽ അംഗങ്ങളാക്കാനും അവർക്ക് ആവശ്യമായുള്ള ചെറിയ തോതിലുള്ള സാമ്പത്തിക സഹായങ്ങളും എല്ലാ കാര്യത്തിനുള്ള സഹകരണവും നൽകാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് 500-ലധികം അംഗങ്ങളുള്ള ഒരു സഹകരണ സംഘമായി ഈ സംഘത്തെ വളർത്തിയെടുക്കാനും ഇതിന്റെ ആദ്യ പടിയെന്നോണം
എന്തെങ്കിലും ഒരു പ്രൊജക്ട് നമ്മൾ ആരംഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ ഈ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ അടഞ്ഞിരുന്ന ക്യാൻറ്റീൻ നമ്മൾ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് സംസാരിക്കുകയും അതിന്റെ സൂപ്രണ്ടായിട്ട് സംസാരിക്കുകയും നമ്മളോട് നടത്താൻ നമ്മളോട് കരാറിൽ ഏർപ്പെടുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സുദിനത്തിൽ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് വി കെ ഭാഗ്യൻ, CHC സൂപ്രണ്ട് ഡോക്ടർ സുജ, മിൽമ മാർക്കറ്റിംഗ് മാനേജർ കെ സുനന്ദ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെറിൻ ജോസ്, NT സജീവൻ, ഗീതാ ശ്രീധരൻ, PM അബ്ദുൽ ഖാദർ, AS സുരേഷ് കുമാർ, NK രവീന്ദ്രൻ, KB സുമേഷ്, KR ഇന്ദിര, VV തിലകൻ, ഷാജു പോൾ, ഹസീന അക്ബർ എന്നിവർ സംസാരിച്ചു. 2025 മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് ജൂൺ 10 ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന 4ാമത് മാടമ്പ് സ്മൃതി പർവം 2025 പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവാർഡ് സമർപ്പിക്കും. ഡോക്ടർ സുവർണ നാലപ്പാട്ട്, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, കവി സുധാകരൻ പാവറട്ടി, നടൻ മുരുകൻ എന്നിവർ അടങ്ങുന്ന സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. അരനൂറ്റാണ്ടിലേറെയായി സംഗീതം പാടിച്ചും പാടിയും മലയാളിയുടെ മനസ്സിൽ പാട്ടുകൾ നിറച്ച സംഗീത സംവിധായകനാണ് വിദ്യാധരൻ മാസ്റ്റർ. ശുദ്ധ സംഗീതത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച സിനിമാ ഗാനങ്ങളിൽ ഒതുങ്ങാതെ സംഗീതത്തിന്റെ പല വഴികളിലൂടെ നടന്ന സംഗീതകാരനാണ് വിദ്യാധരൻ. ദേവരാജൻ മാസ്റ്ററുടെ സഹായിയായാണ് ചലച്ചിത്ര രംഗത്തെത്തിയത്. ഇക്കാലയളവിലും സ്റ്റേജ് നാടകങ്ങൾക്ക് വേണ്ടിയും പാടുകയും സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്തു. നിരവധി ഭക്തിഗാനങ്ങൾക്കും ആൽബങ്ങൾക്കും ഈണം നൽകിയിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. 1945 മാർച്ച് 6 തൃശൂരിലെ ആറാട്ടുപുഴയിൽ ശങ്കരന്റെയും തങ്കമ്മയുടെയും മൂത്ത മകനായാണ് ജനനം. തൃശൂർ നഗരത്തെ വർണ്ണാഭമാക്കി എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയുടെ സാംസ്കാരിക ഘോഷയാത്ര സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മേളയുടെ പ്രചരണാർത്ഥം നടന്ന ഘോഷയാത്രയിൽ 15,000-ഓളം പേർ പങ്കെടുത്തു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും ബ്ലോക്കുകളും ഘോഷയാത്രയുടെ ഭാഗമായി. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുമുള്ള ജീവനക്കാർ വിവിധ നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയിൽ പങ്കെടുത്തു. വൈകിട്ട് 4:30 നായ്ക്കനാലിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ ആണ് അവസാനിച്ചത്. വാദ്യമേളങ്ങളോടെ ആരംഭിച്ച ഘോഷയാത്രയിൽ മുത്തുകുട, വട്ടമുടിയാട്ടം, തിറയും പൂതനം തുടങ്ങിയ കലാരൂപങ്ങൾ അണിനിരന്നു. ജില്ലാ കുടുംബശ്രീ മിഷന്റെ ധീരം കരാട്ടെ സംഘം, രംഗശ്രീ നാടക സംഘം, മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി തുടങ്ങി ശ്രദ്ധേയമായ കാര്യങ്ങളുമുണ്ടായിരുന്നു. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, MLA മാരായ AC മൊയ്തീൻ, ET ടൈസൺ, സേവ്യർ ചിറ്റിലപ്പള്ളി, മുരളി പെരുന്നെല്ലി, UR പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അടക്കമുള്ളവരും ഘോഷയാത്രയിൽ പങ്കെടുത്തു. കേരളം ഒന്നിനു മുന്നിലും തലകുനിക്കില്ലെന്നതിന്റെ ദൃശ്യ സാക്ഷാത്കാരമാണ് എന്റെ കേരളം പ്രദർശനമേളയെന്ന് റവന്യൂ മന്ത്രി K രാജൻ. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 18 മുതൽ 24 വരെയാണ് മേള നടക്കുന്നത്. ആധുനിക കാലത്ത് അത്ഭുതപ്പെടുത്തുന്ന നിരവധി കേരള മോഡലുകൾ കഴിഞ്ഞ 9 വർഷത്തിൽ സാധ്യമാക്കിയെന്ന അനുഭവത്തിന്റെ കരുത്തോടെയാണ് പിണറായി സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നവംബർ 1 കഴിഞ്ഞാൽ അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറുന്ന നാടിന്റെ പേരായി കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി R ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഒരുപക്ഷേ മരണമെത്തുന്നതിന് മുമ്പ് അർദ്ധബോധാവസ്ഥയിൽ എത്തിച്ചേരുന്നവൻ പായിൽ പൊതിഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞാൽ പിതൃതർപ്പണം നടത്താൻ അമ്മ മരിച്ച സമയം പോലും കുറിച്ചെടുക്കാൻ പറ്റാത്ത വിധം വസൂരി പെരകളുണ്ടായിരുന്ന ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള മാറ്റത്തിലേക്ക് പോയത് കേരളത്തിലെ ഗവൺമെന്റിന്റെ വികസനത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ബിന്ദു ടീച്ചർ വിശദീകരിച്ചു. 4,54,000 ലൈഫ് വീടുകൾ, 5 ലക്ഷമാകും ഈ ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ്. 4,958 കുടുംബങ്ങൾക്ക് പുതിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം. 5 ലക്ഷം തികയും ഈ ഗവൺമെന്റ് മാറുന്നതിന് മുമ്പ്. ഞാൻ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത നിരവധി കുട്ടികളുണ്ടല്ല, 9 വയസ്സ് പൂർത്തിയായ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പവർ കട്ട് എന്നാൽ എന്താണെന്ന് അറിയാൻ കഴിയാത്ത വിധം 9 വർഷക്കാലം പവർ കട്ടില്ലാത്ത ഒരു നാടിൻ്റെയിലുണ്ടായിരുന്നു. ആ നാടിൻ്റെ പേരാണ് കേരളം എന്ന അഭിമാനത്തോടെ നമ്മുടെ നാടിന് വിളിച്ചു പറയാൻ ഈ ഘട്ടത്തിൽ സാധ്യമാകില്ലേ. ഉരുൾ താണ്ടും വനനാട് എന്ന കവിത യൂട്യൂബിൽ പ്രകാശനം ചെയ്തു.
ചേറ്റുവ കാം കോയിൻ സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പ്രകാശനം നിർവഹിച്ചു. കവി ഷാഡിൻ പി ചാഴൂർ, ബിനീഷ് കൃഷ്ണൻ, റഫീഖ്, സിരിൻസൺ, ശ്രീജ ഷാഡിൻ, കിരൺ ഷാഡിൻ, സഫ്വാൻ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ മോഡൽ ബോയ്സ് ബി.എഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചു. HS മലയാളം അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായാണ് പരിപാടി നടന്നത്. സാഹിത്യകാരൻ PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് BPC ഡോക്ടർ K ഉമാദേവി അധ്യക്ഷത വഹിച്ചു. K സിന്ധു, സീമാജി നായർ, ബിന്ദു എന്നിവർ സംസാരിച്ചു. ബിജിൻ കൃഷ്ണ കവിത ആലാപനം നടത്തി. VK വർഗീസ്, NI സെബി എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. അധ്യാപക പ്രതിനിധികൾ തയ്യാറാക്കിയ പതിപ്പുകളുടെ പ്രകാശനവും നടന്നു. മുറ്റിച്ചൂർ ALP സ്കൂൾ അധ്യാപകനും പ്രാദേശിക പത്രപ്രവർത്തകനുമായ KK നജീബ് മുറ്റിച്ചൂരിന്റെ നിര്യാണത്തിൽ പത്രപ്രവർത്തക കൂട്ടായ്മ അനുശോചിച്ചു. PM ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. KS ശശിധരൻ, VS സുനിൽകുമാർ, അബ്ബാസ് അന്തിക്കാട്, മണികണ്ഠൻ കുറുപ്പത്ത്, സുബ്രൻ അന്തിക്കാട്, പൂജ റാണി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 30-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഉച്ചയ്ക്ക് 1 മണിയോടെ ചാലശ്ശേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ പ്രതി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. തുടർന്ന് ബസ് നിർത്തിയതോടെ പ്രതി ഇറങ്ങിപ്പോയി. സംഭവം കുട്ടി ബന്ധുക്കളെ അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ബസ്സുകളിലെ ഉൾപ്പെടെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ കുന്നംകുളം പോലീസിന് ലഭിച്ചു. തുടർന്ന് കേസെടുത്ത പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് രാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മേൽശാന്തി ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീനിവാസറാവു ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്ര വല്ലച്ചിറ മണ്ഡലത്തിൽ പര്യടനം നടത്തി. വല്ലച്ചിറ മണ്ഡലം തല ഉദ്ഘാടനം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ നിർവഹിച്ചു. SFI വല്ലച്ചിറ ലോക്കൽ കമ്മിറ്റി ഫൈവ്സ് ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം നടത്തി. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ മത്സരം ദേശീയ അത്ലറ്റിക് മീറ്റ് സ്വർണ്ണ മെഡൽ ജേതാവ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.